ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നേ വന്നിട്ടുള്ളത്. ഞങ്ങളൊരു 3 ഡേ ഗോവ ടൂറ് കുറേ മുന്നേ പോയിരുന്നു. അപ്പോൾ ആ ടൂറിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങളെയും ഷെയർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ടൂറ് ഞങ്ങൾ പോയിട്ടുള്ളത് ഞങ്ങൾ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറേ മുന്നെയാണ്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒരുപാട് കണ്ടിന്യൂഷനുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ പോലും ഒരുപാട് മെമ്മറീസ് ഉള്ള വിഷ്വൽസാണ്. അപ്പോൾ കണ്ടാലോ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയമാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല രസമായിട്ട് പോയി വരണം എന്ന് ആഗ്രഹമുള്ള ഏക സ്ഥലമായിരുന്നു ഗോവ. അങ്ങനെ ഞങ്ങൾ ഗോവ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അന്ന് യാത്ര തിരിച്ചത്. ഒരുപാടധികം പ്ലാനിങ് ഒന്നുമുള്ള ട്രിപ്പായിരുന്നില്ല, ബട്ട് ഇറ്റ് കെയിം ഔട്ട് സോ വെൽ. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴേ എത്ര നല്ല ടൂർ പോയിട്ടുണ്ടെങ്കിലും ഇതിലും കൂടുതൽ ദൂരം ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൂറിന് എടുത്തു വെക്കാവുന്ന വേറൊരു ടൂറ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ആദ്യത്തെ ഗോവ ട്രിപ്പാണ് കേട്ടോ. ഹരി ഇതിൻ്റെ മുന്നേ ഗോവ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഗോവയൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും നല്ല പീക്ക് എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഗോവ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നൈറ്റ് ലൈഫ് ആണല്ലോ. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ നല്ല അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നടക്കണം എന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 വീലർ റെൻറ്റിനെടുത്ത് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫാസിനോ ആണ്, അതായത് കളർഫുൾ ആയിട്ടുള്ള. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഓറഞ്ച് ഫാസിനോ ആണ്. ഫസ്റ്റ് ഡേ നൈറ്റ് തന്നെ ഞങ്ങൾ ബാഗ, കലാങ്കൂട്ട് അങ്ങനത്തെ കുറച്ച് ബീച്ചസൊക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അതിന് ശേഷം രാത്രി ഭക്ഷണം കഴിക്കാൻ പോയത് അവിടെ സ്റ്റാർ ലൈറ്റ് പറഞ്ഞൊരു ഹോട്ടലിലാണ്. ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും ഹരി നല്ലൊരു ഫുഡിയാണ്. അതുകൊണ്ട് തന്നെ ഹരിക്ക് ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നാട്ടിൽ പോയാലും അവിടുത്തെ ഒത്തൻറ്റിക് ഫുഡ് കഴിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗോവേൻ്റെ ഒത്തൻറ്റിക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർ ലൈറ്റ് തപ്പിപ്പിടിച്ച് എത്തിയത്. ഞങ്ങൾ അന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് ഗോവൻ ബ്രെഡായിട്ടുള്ള പോയും പിന്നെ ചിക്കൻ കഫ്രയിലും ചിക്കൻ സാക്കുതിയും. ഗോവേൻ്റെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒത്തൻറ്റിക് ഫുഡായിട്ടുള്ള 3 ഐറ്റമാണ് അന്ന് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിൽ കഫ്രയിൽ പറയുകയാണെങ്കിൽ കുറച്ച് ലൈമും വിനീഗറൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു ടാങ്കി ടേസ്റ്റാണ്, അതായത് ഒരു പുളിപ്പുള്ള ടേസ്റ്റാണ്. മറ്റേ സാക്കുതി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്പൈസി ടേസ്റ്റാണ്. അന്ന് ഞങ്ങൾ കഴിച്ചിട്ടുള്ള എല്ലാ ഡിഷും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഗോവയിൽ വന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒതൻറ്റിക് ഫുഡായിട്ട് ബാക്കി സ്ഥലങ്ങളിൽ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്കണോമിക് സൈഡുമാണ്, നല്ല ടേസ്റ്റി ഫുഡുമാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും ബീച്ചിൽ പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നൗ വി ആർ എൻ്ററിങ് ഇൻ ടു ദ സെക്കൻഡ് ഡേ ഓഫ് ഗോവ. സെക്കൻഡ് ഡേ ഓഫ് ഗോവയിൽ നിന്ന് ഞങ്ങൾ ഈ ഇറങ്ങി വരുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. പക്ഷേ ആ സ്റ്റേ ചെയ്ത സ്ഥലം ഞങ്ങൾ ഒരു വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് കാണിക്കാനൊരു വഴിയില്ല. എനിക്കാണെങ്കിലും ഹരിക്കാണെങ്കിലും ഞങ്ങൾക്ക് ഈ ടൂറിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് പറയുന്ന ഒരു കാര്യം ഈ ഹോം സ്റ്റേ തന്നെയാണ്. ഭയങ്കര കംഫർട്ടും അതേപോലെ ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്ത് നോക്കാം, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നുള്ള 2 ദിവസം വേറെ നോക്കാമെന്നായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് പിന്നെ മാറാനൊന്നും തോന്നിയില്ല, അത്രയും കംഫർട്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഗോവേൻ്റെ സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് ഉള്ളോട്ട് കുറച്ച് ട്രാവൽ ചെയ്ത് നല്ല ഐസൊലേറ്റഡ് ആയിട്ടുള്ള അത്ര ക്രൗഡഡ് അല്ലാത്ത ബീച്ചസ് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗോവേൻ്റെ ഒരു നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ ബീച്ചസൊക്കെ നല്ല ക്രൗഡഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ദെൻ ഗോ ടു ദ ഐസൊലേറ്റഡ് ബീച്ചസ്. ഞങ്ങൾ അന്നെടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്താ വെച്ചാൽ ഞങ്ങളൊരു 2 വീലർ ഓപ്റ്റ് ചെയ്തതാണ്. നല്ല രസമുള്ള ട്രാവലുമാണ്, ഒരുപാട് ഭംഗിയുള്ള പ്ലേസസുമാണ് നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ. ഞങ്ങൾ അതിൻ്റെ ഇടയിലൊരു നല്ലൊരു ബീച്ച് കണ്ടിരുന്നു. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കഹോന പ്യാരയിലൊക്കെ കാണൂലേ, അതേപോലെ നല്ല ബ്ലൂ വാട്ടറൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് വെയിൽ കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ച ഭക്ഷണമാണിത്, മീൽസാണ്. നല്ല ഭക്ഷണമായിരുന്നു, നല്ല മീൻ, നല്ല മൊരിഞ്ഞ ഫ്രൈ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫ്രൈ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അത്ര ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അത്ര സ്പൈസി അല്ല, ഭയങ്കര ഫ്ലേവേർഡ് അല്ല, പക്ഷെ നല്ല മുരിഞ്ഞ ഫ്രൈ ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പോരുന്ന വഴി ഞങ്ങൾ ചപോര ഫോർട്ട് കയറിയിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. പിന്നെ അധികം ഫോട്ടോസും വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാഞ്ഞത്. പിന്നെ തിരിച്ച് ഞങ്ങൾ സിറ്റിയിലേക്ക് എത്താൻ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. കുറേ നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് അഞ്ജന ബീച്ചിലേക്കാണ്. നൈറ്റ് ലൈഫ് അഞ്ജന ബീച്ചിനേക്കാളും രസം ബാഗ ബീച്ച് തന്നെയാണ്. ഗോവ പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് നല്ല രസമുള്ള ഡ്രസ്സ്, നല്ല രസമുള്ള ആക്സസറീസ്, കുറേ അധികം ഓർണമെൻറ്റ്സൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. ഷോപ്പിംഗ് ഒരു മെയിൻ ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് ചോയ്സ് പറഞ്ഞാൽ അഞ്ജന ബീച്ചാണ്. അവിടുത്തെ ഫ്ലീ മാർക്കറ്റ് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരുപാടധികം കളക്ഷൻസ് ഓഫ് ജ്വല്ലറീസ്, ഓർണമെൻറ്റ്സ്, ക്ലോത്തിങ് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്ലീ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ.
ഗോവ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരുന്ന ഒരു മെമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സാണ്, കളർഫുൾ ലൈഫാണ്, ഫ്രീഡമാണ്, ഒന്നും പറയാമല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എന്തായാലും വരാത്ത ആൾക്കാർ മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. ഞാൻ ഈ ഒരു ടൂർ പോയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചധികം സമയമായി. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇപ്പോഴും കാണുമ്പോൾ എന്ത് എക്സൈറ്റ്മെൻറ്റ് അറിയോ. ഐ എം റിയലി ഡൈയിങ് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ് വൺസ് മോർ. ഡാം ബാഗ ബീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അഞ്ജന ബീച്ച് അത്ര ഒരു സെലിബ്രേഷൻ മൂഡുള്ള ഒരു ബീച്ചല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ ഫ്ലീ മാർക്കറ്റൊക്കെ കണ്ടു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഓൾഡ് ഗോവ അല്ലെങ്കിൽ പഞ്ചിം ഭാഗത്തേക്കൊക്കെ അങ്ങനെ കുറച്ച് അധികം നേരം ഇങ്ങനെ കറങ്ങി നടന്നു. ഗോവേൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, അത്യാവശ്യം നല്ല സ്പെൻഡ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ടൂർ അത്ര അടിപൊളി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനും ഹരിയും ഒരു 3 ഡേയ്സാണ് ഇവിടെ ഒരു സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ ഞങ്ങൾ മാക്സിമം ഒരു എക്കണോമിക് സൈഡ് നോക്കിയിട്ടാണ് ഇവിടെ കുറേ ട്രാവൽ ചെയ്തതാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മുന്നിൽ. ഞങ്ങൾക്ക് ഈ 3 ഡേയ്സ് കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഗോവ കാണാനൊന്നും സാധിച്ചില്ല. പക്ഷേ ഞങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്തോ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ട്രിപ്പായിരുന്നു അത്. മിക്ക സ്ഥലങ്ങളും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നെങ്കിൽ രാവിലെ സ്പെൻഡ് ചെയ്യാനായിട്ടും കൂടുതൽ സ്ഥലങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ നൈറ്റ് സ്പെൻഡ് ചെയ്യാനാവും കൂടുതൽ സ്ഥലങ്ങളുണ്ടാവുക. പക്ഷേ ഗോവ പറഞ്ഞ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. നമുക്ക് രാവിലെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ, അതേപോലെ നൈറ്റ് ലൈഫ് പറഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ ഒരു ഫുൾ ഡേ കറങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലെത്തി. റൂമിൽ നിന്ന് ഞാൻ വളച്ചെടുത്തൊരു പൂച്ചയാണ് കേട്ടത്. എനിക്ക് അവിടുന്ന് പെട്ടെന്ന് ഫ്രണ്ടായി കിട്ടിയതാണ്. ഇതിന് എനിക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. പിന്നെ ഗോവേൻ്റെ നെക്സ്റ്റ് ഡേ എക്സ്പ്ലോറിംഗ് ആണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഞങ്ങളൊരു ഫുൾ ഡേ അഡ്വഞ്ചർ റൈഡ്സ് ട്രൈ ചെയ്യാനാണ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞങ്ങൾ ബാഗ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങളൊരു അഡ്വഞ്ചർ പാക്കേജ് സെറ്റ് ചെയ്തിരുന്നു. ഇത് പറഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു ടീമിൻ്റെ കൂടെ നമുക്കൊരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാം അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് റൈഡ്സ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പിക്കപ്പ് ചെയ്യും, അതേപോലെ ഡ്രോപ്പ് ചെയ്യും, പിന്നെ നമുക്ക് സീ റൈഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, ഒരു കൂടെയാണ് നമ്മൾ സീ റൈഡ് ചെയ്യുക. പിന്നെ നമ്മളൊരു ഏകദേശം ഒരു ഐലൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റൈഡ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതിൽ മെയിനായിട്ടുള്ളത് ബമ്പർ റൈഡ്, ബനാന റൈഡ്, പിന്നെ ജെറ്റ് സ്കീ. ഇതൊക്കെ അടിപൊളിയാണെങ്കിലും ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള 2 ഐറ്റം എന്താ വെച്ചാൽ സ്കൂബ ഡൈവിങ്ങും പാരാസെയിലിങ്ങും. സ്കൂബ ഡൈവിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് ഗോപ്രോ വീഡിയോസ് കിട്ടും, അതിന് നമ്മൾ പേ ചെയ്ത് വാങ്ങാം. അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് കപ്പിൾ വീഡിയോ വേണമെങ്കിൽ എടുക്കാം. സ്കൂബ ഡൈവിങ് പറഞ്ഞാൽ അത് ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് ഒരുപാട് പേടി ഉണ്ടെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. പിന്നെ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും തീരുന്ന വരെ നമുക്ക് അത്യാവശ്യം സമയം കിട്ടും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ സ്വിം ചെയ്യാം. സേഫ്റ്റി കൺസേൺസ് ഒന്നുമില്ല, അവർ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവർ സ്കൂബ ഡൈവിങ് തീരുന്ന വരെ നമുക്കവിടെ സ്വിം ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ സമയത്ത് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടേ അവർ ഇറക്കാൻ സമ്മതിക്കുള്ളൂ. ഞങ്ങളെ ഗോപ്രോ വീഡിയോ ഒക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബനാന റൈഡ് ആണെങ്കിലും നല്ല രസമാണ്. നമ്മൾ ഫുൾ റൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഡ്രോപ്പ് ചെയ്യിപ്പിക്കും. ഞങ്ങൾ പിന്നെ ഡ്രോപ്പ് ചെയ്തില്ല. ഹരിയും പിന്നെ വേറെ 2-3 പേരുള്ള ഓരൊക്കെ ചാടി, എന്നിട്ട് ചാടിയിട്ട് കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് പിന്നെയും കയറി. നല്ല രസമായിരുന്നു അതും. അതേപോലെ തന്നെ നല്ല പേടിയോടെ കയറി അടുത്ത റൈഡാണ് പാരസെയിലിങ്. പാരസെയിലിങ് വിത്ത് ഡിപ്പാട്ടോ, വാട്ടർ ഡിപ്പ്. നല്ല രസമായിരുന്നു. ഞങ്ങൾ എക്സ്ട്രാ ഒരു പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം അവർ നമുക്ക് പാരസെയിൽ ചെയ്യുകയും ചെയ്യാം. അവർ കൂടുതൽ തവണ നമ്മളെ ഡിപ്പും ചെയ്യും. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കരുതണ്ട, അവർ 3 ടൈമുള്ള ഫുഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പിക്കപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ ഡ്രോപ്പും ചെയ്യും. ഒരു ഫുൾ ഡേ നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പാക്കേജസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ ഡേ വാസ് വെൽ സ്പെൻഡ്. പിന്നെ ഹരിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗോവയിൽ പോയിട്ട് ഒതൻറ്റിക് ഗോവ താലി മീൽസ് കഴിക്കണം എന്ന്. അന്ന് രാത്രി തന്നെ ഞങ്ങൾ പഞ്ചിമിലേക്ക് തിരിച്ചു. ഗോവയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കഫേ റിറ്റ്സ് ഒതൻറ്റിക് താലി മീൽസ് കിട്ടുന്ന സ്ഥലത്തും തന്നെ ഞങ്ങൾ അന്ന് കഴിച്ചു. ഞങ്ങൾക്ക് 2 നല്ല ഇഷ്ടമായി. ഇനി പറയാൻ പോകുന്നത് ഞങ്ങളെ ലാസ്റ്റ് ഡേ ഇൻ ഗോവ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ നേരെ ഫൗണ്ടൈനേഴ്സിലേക്കാണ് പോയത്. ഗോവേൻ്റെ മോസ്റ്റ് കളർഫുൾ സൈഡ് പറഞ്ഞാൽ ഫൗണ്ടൈനേഴ്സാണ്. ഇവിടെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അട്രാക്റ്റീവ് കളറുള്ള ബിൽഡിങ്സാണ് കൂടുതലുള്ളത്. പിന്നെ ഭയങ്കര നാരോ ആയിട്ടുള്ള പാത്തേക്കും. അവിടെ 2 സൈഡിലും നല്ല വൈറ്റ് കോർണേഡ് ആയിട്ടുള്ള ലൈൻസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടും നല്ല ബോഗൻ വില്ല വെച്ചിട്ടും നല്ല കളർഫുൾ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്ലേസാണ്. ഞങ്ങളും അതുകൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ ബെൽഗാവിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നേരെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ ട്രെയിൻ വഴിയാണ് ബെൽഗാവി പോകുന്നത്. ഗോവയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഫിഷ് കട്ട്ലറ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
ഞങ്ങൾ 3 days സ്റ്റേ ചെയ്ത സ്ഥലത്തുള്ള ഓണർ ഞങ്ങൾക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന ഫിഷ് കട്ട്ലറ്റാണിത്. ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് സങ്കടത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഗോവ വിടുന്നത്. ഞങ്ങൾ ഇനിയും ഗോവ തിരിച്ചു വരും. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഞങ്ങൾക്ക് കാണാനുണ്ട്, ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഞങ്ങൾ ഇനി ഗോവ വരികയാണെങ്കിലും ഇതേ എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് ഞങ്ങൾ ഇനിയും വരിക. അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഞങ്ങൾ അത്രയും വാല്യൂ ഉണ്ട്. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും നിങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.